ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. വിനീത് ശ്രീനിവാസന്റെ നെക്സ്റ്റ് ത്രില്ലർ മൂവിയാണ്. അപ്പോൾ അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. കരം എന്നാണ് സിനിമയുടെ പേര്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഒരു പടം മാത്രമേ അദ്ദേഹം ത്രില്ലർ ജോണൽ ചെയ്തിട്ടുള്ളത്, തിര എന്നുള്ള മൂവിയാണ്. അത് മിക്സഡ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എങ്കിലും അതൊരു മിക്സഡ് റിവ്യൂ ആയിട്ടൊക്കെയാണെന്ന് വന്നിരുന്നത്. പക്ഷെ പിന്നീട് പിൽക്കാലത്ത് അത് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നമുക്കറിയാം, ഇപ്പം 2-3 പടം അവസാനം ഇറങ്ങിയതെല്ലാം പ്രണയ പടങ്ങൾ തന്നെയായിരുന്നു. അപ്പം പുള്ളി തന്നെ പറയുന്നുണ്ട്, പുള്ളി പല ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്, പുള്ളി തന്നെ ട്രോള് വരുന്നത് ക്രിഞ്ചായി തുടങ്ങിയിട്ടുണ്ട്, എന്റെ സിനിമകൾ പലരും ക്രിഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട്. പുതിയ രീതിയിൽ പുതിയ ത്രില്ലർ, ഇത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇതിന്റെ തമ്മനയിൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു ആക്ഷൻ മൂവി ആയിട്ട്, എന്ന് വെച്ചാൽ ത്രില്ലർ കൊണ്ട് നല്ല ആക്ഷൻ ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇതിന്റെ തമ്മനയിൽ കണ്ടിട്ട്. നമുക്ക് ആ ട്രെയിലർ കണ്ടു നോക്കാം. एक महीना हो चुका है मिस्टर यादव, हर रोज कम से कम 20 लोगों का फोन आता है. ये सब क्या हो रहा है मिस्टर यादव? ദേവ്, നാട്ടിലെ മിലിറ്റന്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. മിലിറ്ററി മൂവിയാണ്. എല്ലാവരും സ്പെക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു മാസ് മർഡർ ആണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സിന്ദാബാദിൽ നമ്മൾ നടത്തിയ അറ്റാക്ക് ഇതൊരിക്കലും മറക്കില്ല. ഐ തിങ്ക് ദേ ആർ ആഫ്റ്റർ us. So please be very very careful. ചിലപ്പോ അവരെ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പലതും നീ എന്നോട് ഇപ്പോഴല്ല പറയുന്നത്. നിനക്ക് നിന്റെ കാര്യം മാത്രം, നിന്റെ അപ്പനെ പോലെ തന്നെ. It was your decision, not my fault. സാറേ, എങ്ങോട്ട് വേണേലും പോവാം. കാര്യം എന്താണെന്ന് എന്നോടൊന്ന് പറ. He can't speak. Later I killed him. ഇത് വേറൊരു രാജ്യമാണ്. Don't put all of us in danger, please. ഒരു തോക്ക് പോലും കണ്ടിട്ടില്ലാത്ത നമ്മൾ എന്ത് ചെയ്യാനാ? വേണ്ട സാറേ, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതിന് റൺസേബോക എന്നാ പറയുന്നേ. ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരം. ഇത് വിനീത് ശ്രീനിവാസന്റെ പടം തന്നെയാണോ എന്ന് വെച്ചാല്, ഭയങ്കര പ്രത്യേകിച്ച് പറഞ്ഞ ആക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. പ്രത്യേകിച്ച് ഇതിനകത്ത് നോബിളിന്റെ ഫിസിക്കലി പുള്ളി ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ആക്ഷൻ സീക്വൻസിനകത്തൊക്കെ കാണാൻ പറ്റും. എനിക്കിത് മിക്കതിനകത്ത് ലൂപ്പ് ഇല്ലാതെ തന്നെ ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളി തന്നെ അത് വർക്ക് ചെയ്തതെന്ന് തോന്നുന്നു. എന്തൊരു ആക്ഷൻ സീക്വൻസ് ആണ് നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത്. അതുപോലെ തന്നെ അതിന് മികച്ചു നിന്നത് ഈ സിനിമോട്ടോഗ്രാഫി, ആ ക്യാമറ വർക്ക് ഒക്കെ സൂപ്പറാണ്. ആക്ഷൻ സീക്വൻസിന്റെ ആണെങ്കിലും ആ കുറെ ചേസിങ് സീൻസും അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്തെ ആ ഒരു സിനിമോട്ടോഗ്രാഫി ഇല്ല, സത്യം മൂവീസാണ്. നമ്മൾ ത്രില്ലർ കണ്ടിട്ടുണ്ടെങ്കിൽ തിര വേറെ ടൈപ്പാണ്. പക്ഷെ ഇത് മൊത്തത്തില് ഇല്ലേ, മൊത്തത്തില് അദ്ദേഹത്തിന്റെ സിനിമയുടെ യാതൊരു സിഗ്നേച്ചറും ഇതിനകത്ത് വന്നിട്ടില്ല. അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. തീർത്തും വെറൈറ്റി പിടിച്ചാണ്. ഇപ്പൊ കുറെ നാളുകൊണ്ട് ആൾക്കാർ ചെയ്തിട്ടില്ല. അപ്പം മികച്ച ഡയറക്ഷൻ തന്നെ അതിനകത്ത്. നമുക്ക് പടം കണ്ടാലേ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ട്രെയിലറിനകത്ത് കണ്ടത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ആ സീൻസ് എല്ലാം കിഡ് തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ ബീജിയും എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പം സെപ്റ്റംബർ 25 ഓണം കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. നല്ലൊരു ട്രീറ്റ് ആകട്ടെ, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.